രാഷ്ട്രീയ പോരാട്ടത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നിലമ്പൂരിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. 6 മണിയോടെ വിവിധ ബൂത്തുകളിൽ മോക്ക് പോൾ നടന്നിരുന്നു. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ്. രാവിലെ മുതൽ തന്നെ മഴ വകവെക്കാതെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൊട്ടിക്കലാശത്തിന്റെ ആവേശം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. 263 പോളിംഗ് ബൂത്തുകളിലായി 2,32,381 വോട്ടർമാരാണ് ഇന്ന് നിലമ്പൂരിന്റെ വിധി എഴുതുക. വോട്ടർമാരിൽ 1,13,613 പുരുഷന്മാരും 1,18,760 വനിതകളും 8 ട്രാൻസ്ജെൻഡർമാരുമുണ്ട്. 7,787 പേർ പുതിയ വോട്ടർമാരാണ്. ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ 3 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 7 മേഖലകളിലായി 11 പ്രശ്നസാധ്യതാ ബൂത്തുകളുണ്ട്. വനത്തിലുള്ള 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും. 23-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന നിലയിലാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ മത്സരരംഗത്തിറക്കിയതോടെയാണ് നിലമ്പൂരിൽ മത്സരം പ്രവചനാതീതമായ സ്വഭാവത്തിലേക്ക് മാറിയത്. ആദ്യഘട്ടത്തിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന PV അൻവർ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് മത്സരിക്കാൻ ഇറങ്ങിയതോടെ നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് പോരാട്ടം കൂടുതൽ ആവേശകരമായി. നിലമ്പൂരിൽ മത്സരിച്ചേക്കില്ലെന്ന ആദ്യഘട്ടത്തിൽ സൂചന നൽകിയ BJP കൂടി മത്സര രംഗത്തേക്ക് വന്നതോടെ ചതുഷ്കോണ മത്സരത്തിന്റെ പ്രതീതി കൂടി നിലമ്പൂരിൽ സൃഷ്ടിക്കപ്പെട്ടു. ഏതാണ്ട് 3 പതിറ്റാണ്ടിലേറെ നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ UDF രംഗത്തിറക്കിയത് മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. മെയ് 25-നായിരുന്നു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കായിരുന്നു നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്.